പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. പുതിയൊരു ദിവസത്തിന്റെ തുടക്കമാണ്. നല്ല ചിന്തകളോടെ നല്ല പ്രവൃത്തികൾ ചെയ്യാമെന്ന പ്രതീക്ഷയോടെ നമുക്ക് ഈ ദിവസം തുടങ്ങി വെക്കാം. ആദ്യം നമ്മൾ പോകുന്നു നമ്മുടെ ചുറ്റുമുള്ള പ്രാദേശിക വിശേഷങ്ങളിലേക്ക്. നാട്ടിലെന്തുണ്ട്? കൊച്ചിയിൽ താന്തോന്നി തുരുത്ത് വേലിയേറ്റം കൊണ്ട് വലയുന്ന ഒരു പ്രദേശമാണിവിടെ. അവർക്ക് ആശ്വാസമായി ഔട്ടർ ബണ്ട് വരുന്നു. പദ്ധതിക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതോടെ ഇനിയിപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. 2016 ഭരണാനുമതി ലഭിച്ച പദ്ധതി പല കാരണങ്ങൾ മൂലം മുടങ്ങുകയായിരുന്നു. വെള്ളപ്പൊക്കം കൊണ്ട് ഭയങ്കര ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. പറഞ്ഞു വന്നാൽ ഒരോർക്കം കഴിയുമ്പോൾ തന്നെ 11:30 ആകുമ്പോൾ തുടങ്ങി വെള്ളം കയറാൻ തുടങ്ങും രാത്രി. പിന്നെ നമ്മളൊക്കെ അടിക്കലും തുടക്കലും കഴുകലും പിറക്കലും ഒക്കെ. അതാകുമ്പോൾ പണിക്ക് പോക്കില്ല, പണിക്ക് പോകാൻ പറ്റുന്നില്ല. വീട്ടിൽ ഇങ്ങനെ വെള്ളം തേണമായിരുന്നു. എത്ര നാളായി ഈ ദുരിതം അനുഭവിക്കുന്നുവെന്നത് ഇവർക്ക് പോലും അറിയില്ല. രാത്രിയും പകലുമായി അനുഭവപ്പെടുന്ന വേലിയേറ്റത്തിൽ വീട് മുഴുവൻ വെള്ളം കൊണ്ട് നിറയും. ഒന്ന് വൃത്തിയാക്കുമ്പോഴേക്കും വീണ്ടും വെള്ളമെത്തും. 65ഓളം കുടുംബങ്ങളിലായി 300ഓളം പേര് ഇവിടെ താമസിക്കുന്നുണ്ട്. പലരും ദ്വീപ് വിട്ട് താമസം മാറിക്കഴിഞ്ഞു. കൊച്ചി കോർപ്പറേഷൻ്റെ 74ാം ഡിവിഷൻ്റെ ഭാഗമാണ് തുരുത്ത്. പൂർണ്ണമായും വെള്ളത്താൽ ചുറ്റപ്പെട്ട ദ്വീപ്. പാലത്തിനു വേണ്ടി നടത്തിയ സമരം എങ്ങും എത്തിയില്ല. പിന്നീടാണ് വെള്ളം കയറാതിരിക്കാൻ ഒരു ഔട്ടർ ബണ്ട് വേണമെന്ന ആശയത്തിൽ സമരം തുടങ്ങിയത്. ദുരിതത്തിന് ഇപ്പോഴും ഒരു കുറവുമില്ല. ഇത്രയും നാൾ വെള്ളത്തിൽ നീന്തിയാണ് നമ്മൾ പഠിക്കാൻ പോയതും പഠനം കഴിഞ്ഞ് പണിക്ക് പോണതും. കാരണം നമ്മൾ എവിടെ പോയാലും ഈ നല്ല ഡ്രസ്സിലായിരിക്കും നമ്മൾ ഇറങ്ങണത്. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങി ബോട്ടിൽ കയറണമ്പോഴത്തേക്കും ഡ്രസ്സ് അഴുക്കായിട്ടുണ്ടാവും. കാരണം ചെളി അല്ലെങ്കിൽ വെള്ളം നീന്തി വേണം വീട്ടിൽ കയറണമെങ്കിൽ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ആയി കിട്ടിയാൽ നമുക്ക് അത്രയും ആശ്വാസമാണ്. ടെൻഡർ നടപടി പൂർത്തിയാക്കിയെങ്കിലും ഔട്ടർ ബണ്ടിന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി ആദ്യഘട്ടത്തിൽ ലഭിച്ചില്ല. ഇപ്പോഴത് സാധ്യമായിരിക്കുന്നു. കാലതാമസമില്ലാതെ പദ്ധതി നടപ്പാക്കുമെന്ന പ്രതീക്ഷയിലാണ് താന്തോണി തുരുത്തുകാർ. ന്യൂസ് 18 കൊച്ചി. ഇടുക്കിയിലെ ഓരോ ഗ്രാമവും മനോഹരമായ കാഴ്ചകൾ അവിടെ എത്തുന്നവർക്കായി ഒളിച്ചു വെച്ചിട്ടുണ്ട്. അതിവിശാലമായ ജലപ്പരപ്പും മുളങ്കാടുകളും പച്ചത്തുരുത്തുകളും മനോഹാരിത പകരുന്ന കള്ളിമാലയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത്. രാജാക്കാടിന് സമീപം പൊന്മുടി ജലാശയത്തിന്റെ കാഴ്ചകൾ സമ്മാനിക്കുന്ന കള്ളിമാലയുടെ ഗ്രാമീണ ഭംഗി നമുക്ക് ഈ ദിവസം രാവിലെ ഒന്ന് കണ്ടാലോ. മലനിരകളാൽ ചുറ്റപ്പെട്ട പൊന്മുടി ജലാശയം, പച്ചത്തുരുത്തുകൾ, ജലപ്പരപ്പിലൂടെ വള്ളം തുഴഞ്ഞ് മീൻ പിടിക്കുന്ന ഗ്രാമീണർ, അസ്തമയ സൂര്യന്റെ അഭൗമ ഭംഗി, ഇങ്ങനെ ഒട്ടനവധി കാഴ്ചകളുണ്ട് കള്ളിമാലിയിൽ. മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് വേഗത്തിലെത്താവുന്ന പ്രദേശമായിട്ടും അധികം സഞ്ചാരികൾ ഇവിടേക്ക് എത്തിത്തുടങ്ങിയിട്ടില്ല. മൂന്നാറിൽ നിന്നും ആനച്ചാൽ വഴി 28 കിലോമീറ്ററാണ് കള്ളിമാലിയിലേക്കുള്ള ദൂരം. ഇവിടെ പഞ്ചായത്തിന്റെ അനാവശ്യം, അതുപോലെ തന്നെ ഇവിടെയുള്ള ഭരണ സംവിധാനത്തിൻ്റെ ഒരു വീഴ്ച കൊണ്ടായിരിക്കാം ഇത് ലോകം കൂടെ അറിയപ്പെടുന്ന ഈ പ്രദേശം അധികം വിനോദയാത്രക്കാർക്കാർക്കും ഇങ്ങോട്ട് കടന്നു വരാൻ കഴിയുന്നില്ല. യാതൊരുവിധ സംവിധാനങ്ങളും ഇവിടെയില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും സഞ്ചാരികളെ ആകർഷിക്കുന്നതിനുള്ള പദ്ധതികൾ ഒരുക്കുകയും ചെയ്താൽ ജില്ലയിലെ പ്രധാന ഗ്രാമീണ ടൂറിസം മേഖലകളിൽ ഒന്നായി കള്ളിമാലി മാറും. മനോഹര കാഴ്ചകൾക്കൊപ്പം ഇടുക്കിയുടെ തനത് കാർഷിക പെരുമയും ആസ്വദിക്കാവുന്ന പ്രദേശമാണ് ഇവിടം. ന്യൂസ് 18 ഇടുക്കി. ഇനി വേറൊരു നാടിൻ്റെ കാഴ്ചകളിലേക്കാണ്. ഇത് പരിശുദ്ധ റംസാൻ കാലമാണ്. ഈ കാലത്ത് ഓരോ നാടിനും ഓരോ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു സമയം കൂടിയാണ്. നാടിന് പേര് വന്നതിൻ്റെ ചരിത്രമാണ് മലപ്പുറം വണ്ടൂർ തിരുവാലി പത്തിരിയാലുകാർക്ക് പങ്കുവെക്കാനുള്ളത്. നാടിൻ്റെ പേര് മറക്കണ്ട, പത്തിരിയാൽ. തണൽ വിരിച്ചു നിൽക്കുന്ന വലിയ ആലുകളാണ് കാരക്കുന്ന് തിരുവാലി പാതയുടെ ഒരു പ്രത്യേകത. റോഡ് വീതി കൂട്ടാൻ പല ആലുകളും വെട്ടിവീഴ്ത്തേണ്ടി വന്നുവെങ്കിലും ഇന്നും ഈ വേനൽക്കാലത്ത് തണൽ വിരിച്ച് യാത്രികർക്ക് ആശ്വാസം നൽകുന്ന ആലുകൾ ഒട്ടേറെ ബാക്കിയുണ്ട് ഇവിടെ. മഞ്ചേരിയിൽ നിന്നും വണ്ടൂരിലേക്ക് പോകുന്ന ഈ പാത പണ്ട് മുതൽ തന്നെ നാട്ടിലെ പ്രധാന വഴികളിലൊന്നാണ്. കാളവണ്ടികളും കാൽനടയാത്രികരും മാത്രം നിറഞ്ഞ ഒരു കാലത്ത് ഈ ആൽമരങ്ങളിൽ ഒന്നിന് താഴെ ഒരു ഉമ്മൂമ്മ പത്തിരി കച്ചവടം നടത്തിയിരുന്നു. ആ ഉമ്മൂമ്മയുടെ പത്തിരിയിൽ നിന്നാണത്രേ ഈ നാടിൻ്റെ പേര് മുളപൊട്ടിയത്. ഉമ്മൂമ്മ പത്തിരി വിറ്റ ആൽമരം പത്തിരിയാലായി.
കാലങ്ങൾക്ക് മുമ്പ് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നിറയെ ആൽമരങ്ങൾ ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. അന്ന് 100 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സാധാരണക്കാർ ജീവിച്ച് വരുമ്പോൾ അവർ വഴിയരികിലൂടെ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് അവർക്ക് പത്തിരി ചുട്ട് ഒരു ഉമ്മ സേവനത്തിൻ്റെ, അതായത് സാമ്പത്തികം ഇല്ലാത്തവർക്ക് പോലും പത്തിരിയും കറിയും കൊടുത്ത് അങ്ങനെ ഒരു പത്തിരി ചുട്ട് വിൽക്കുന്ന ആൽ എന്നുള്ള രൂപത്തിൽ പത്തിരിയാൽ എന്ന് അറിയപ്പെടുകയുണ്ടായത്. അത് ക്രമേണ അത് പത്തിരിയാലായി മാറി. നോമ്പുകാലത്ത് മാത്രമല്ലായിരുന്നു ഉമ്മുമ്മയുടെ പത്തിരി കച്ചവടം. എന്നിരുന്നാലും പത്തിരി അടക്കമുള്ള പലഹാരങ്ങൾക്ക് പ്രിയമേറുന്ന ഈ കാലത്ത് ഈ നാടിന് പേര് നൽകിയ പേരറിയാത്ത ആ ഉമ്മുമ്മയെ ഓർക്കുകയാണ് പത്തിരിയാലുകാർ. ന്യൂസ് 18 മലപ്പുറം. ഈ റംസാൻ കാലം ലക്ഷ്യമിട്ട് കൃഷി ഇറക്കിയ വാടാനംകുറിശ്ശിയിലെ പ്രസീദിന്റെ തണ്ണിമത്തൻ പാടത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അവിടെ ഇത്തവണ 100 മേനിയാണ് വിളവ്. തുടർച്ചയായ 3-ാം വർഷമാണ് പ്രസീദും കുടുംബവും തണ്ണിമത്തൻ കൃഷിയിൽ ഇങ്ങനെ വലിയ വിജയം കൈവരിക്കുന്നത്. മികച്ച കുട്ടിക്കർഷകർക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയ അവനികയുടെ അച്ഛനാണ് പ്രസീദ്. നിർമ്മാണ തൊഴിലാളിയായിരുന്ന പ്രസീദ് 3 വർഷം മുമ്പാണ് തൊഴിലുപേക്ഷിച്ച് കൃഷിയിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. കൃഷിയോടുള്ള താല്പര്യം കണ്ട് കുടുംബവും ഒപ്പം നിന്നു. പച്ചക്കറി കൃഷിയായിരുന്നു ആദ്യം. നെല്ലും പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും എല്ലാം മാറി മാറി പരീക്ഷിച്ച് ഒടുവിൽ തണ്ണിമത്തൻ കൃഷിയിലേക്കെത്തി. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്ന നൂതന കൃഷി രീതിയാണ് പ്രസീദ് പരീക്ഷിച്ചത്. പിന്നെ അതിപ്പോൾ പുതിയ രീതിയിലാണ് നമ്മൾ ഈ കൃഷി ചെയ്തിട്ടുള്ളത്. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞ രീതിയിലാണ് ഈ കൃഷിയൊക്കെ ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു പുതിയ കൃഷി രീതി ഞാൻ ഈ ഫോണിലൊക്കെ നോക്കിയിട്ടാണ് മനസ്സിലാക്കിയത്. പക്ഷേ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഫോണിൽ കണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള ഇതിലേക്ക് എത്തിയത് ഇവിടെ ഈ പട്ടാമ്പി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ പിള്ളേരുണ്ടായിരുന്നു 3 ആൾ. അവരിപ്പോൾ ഒന്ന് ഓഫീസർമാരാണ്. അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ടൺ കണക്കിന് തണ്ണിമത്തനാണ് പ്രസീദിന്റെ കൃഷിയിടത്തിൽ നിന്നും വിപണിയിലേക്ക് എത്തുന്നത്. പക്കീസ, മുക്കാസ തുടങ്ങിയ 5 ഇനങ്ങളിലാണ് പ്രസീദ് കൃഷി ഇറക്കിയത്. പ്രതിസന്ധികളുണ്ടെങ്കിലും സർവ്വ പിന്തുണയും നൽകിക്കൊണ്ട് കുടുംബവും ഒന്നിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷി ലാഭകരമെന്നാണ് ഈ യുവകർഷകൻ പറയുന്നത്. ന്യൂസ് 18 വളാഞ്ചേരി. പാലക്കാട് കപ്പൂരിൽ തീപിടുത്തം. പറക്കുളത്ത് വ്യവസായ പാർക്കിലെ പുൽപ്പായ കമ്പനിയിലാണ് രാത്രി 9 മണിയോടെ തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നാട്ടുകാരും തൊഴിലാളികളും ചേർന്ന് തീയണച്ചു. പട്ടാമ്പി ഫയർഫോഴ്സും സ്ഥലത്തെത്തി. ആളപായമില്ല. ചെറിയ തോതിൽ നാശനഷ്ടമുണ്ടായതായാണ് കണക്കാക്കുന്നത്. കോഴിക്കോട് കൊടുവള്ളിയിൽ ഇനി മികച്ച സൗകര്യങ്ങളോടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താം. ഇതിനായി അവിടെ ആധുനിക സൗകര്യങ്ങളോടെ ഒരു പുതിയ ഗ്രൗണ്ട് പ്രവർത്തനം തുടങ്ങി. കൊടുവള്ളി നഗരസഭാ ചെയർമാൻ വെള്ളർ അബ്ദു ഉദ്ഘാടനം ചെയ്തു. മുക്കത്തേതുൾപ്പെടെ ടെസ്റ്റുകൾ നടത്തിയിരുന്ന ഗ്രൗണ്ടുകളാണ് തലപ്പെരുമണ്ണയിലേക്ക് മാറ്റിയത്. മുക്കത്തേത് മാത്രമല്ല, തിരുവമ്പാടി, താമരശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലെ ഡ്രൈവിംഗ് ടെസ്റ്റുകളും ഇവിടെ നടക്കും. കൊടുവള്ളി ജോയിന്റ് RTOയ്ക്ക് കീഴിൽ നടത്തിയിരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളാണ് മാറ്റിയത്. കൂടുതൽ സൗകര്യങ്ങളോടെയാണ് ഗ്രൗണ്ട് സജ്ജമാക്കിയത്. നിരന്തരമായി ഇതുമായി ബന്ധപ്പെട്ട ഡ്രൈവിംഗ് സ്കൂളിന്റെ കൂട്ടായ്മയായ KDTCയുടെ നേതൃത്വത്തിൽ നടത്തിയ ഐതിഹാസികമായ ശ്രമങ്ങളാണ് ഇന്നിവിടെ വിജയം കണ്ട് ഒരു ഉദ്ഘാടന രൂപത്തിൽ നമ്മൾ ഇവിടെ ഒക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പുതിയ ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് ടെസ്റ്റും നടന്നു. കൊടുവള്ളി നഗരസഭാ ചെയർമാൻ വെള്ളറ അബ്ദു ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ സിയാലി ഹാജി അധ്യക്ഷനായി. ന്യൂസ് 18 കൊടുവള്ളി. കഴിഞ്ഞ കുറേ ദിവസം എടുത്തു നോക്കിയാൽ ഓരോ ദിവസവും ലഹരിയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഓരോ ദിവസം ലഹരി പിടിക്കുന്ന വാർത്തകൾ വരുന്നു. അത് ഉപയോഗിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നു. അങ്ങനെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന അക്രമങ്ങൾ വരെ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ കൂട്ടത്തിലുണ്ട്. എന്നാൽ ലഹരി ഉപയോഗത്തിനെതിരെ വേറിട്ടൊരു സന്ദേശം നൽകുകയാണ് മൂവാറ്റുപുഴ സ്വദേശി. യുവാക്കളെ ലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കണമെന്ന സന്ദേശം പകരുകയാണ് ഇദ്ദേഹം. ലഹരിക്ക് അടിമപ്പെടുകയാണ് യുവത്വം. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നു. ഇതുണ്ടാക്കുന്ന സാമൂഹിക വിപത്തുകൾ വേറെയും. ലഹരി ഉപയോഗിച്ച ശേഷമുള്ള അക്രമ സംഭവങ്ങളും കൂടി. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ പോരാട്ടത്തിലാണ് മൂവാറ്റുപുഴ സ്വദേശി MJ ഷാജി.
22 കിലോമീറ്റർ കാൽനടയായാണ് ഷാജിയുടെ ബോധവൽക്കരണ സന്ദേശയാത്ര. ലഹരി ഉപയോഗിച്ച് തന്റെ കഴിവുകൾ മൊത്തം നഷ്ടപ്പെട്ട പ്രതീകാത്മക മനുഷ്യനെ തോളിൽ ചുമന്നാണ് ഷാജിയുടെ നടത്തം. ഇന്ന് കേരള സമൂഹത്തിൽ ജീവിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ജനങ്ങൾ, മാതാപിതാക്കൾ, അധ്യാപകർ, അങ്ങനെ നാനാവിധ ആൾക്കാർ ഏറ്റവും വലിയ ദുഃഖത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ഈ കേരള സമൂഹത്തിൽ കുട്ടികളെ പോലും കാർന്ന് തിന്നുന്ന ലഹരി, ഈ ലഹരിക്കെതിരെ എൻ്റെ ഒരു സന്ദേശയാത്രയാണ് ഞാൻ ഇന്ന് 2ാം ഘട്ടമായിട്ട് ഇവിടെ തുടങ്ങുന്നത്. ഈ ലഹരി ഇന്ന് സമൂഹത്തെ ആകെ പേടിപ്പെടുത്തുന്ന വിധം കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്താണ്. ഇതിനെതിരെ ഈ സമൂഹം ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ച് കടന്നു. നമ്മൾ കേൾക്കുന്ന വാർത്തകൾ വളരെ ദുഃഖകരമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ന് ഈ ലഹരിക്കെതിരെ ഒരു സന്ദേശയാത്ര നടത്തുകയാണ്. മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നത്ത് നിന്ന് ആരംഭിച്ച സന്ദേശയാത്ര നെല്ലാട്, പെരുവമൊഴി എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ചാണ് തിരികെ എത്തിയത്. തന്റെ യാത്ര കൊണ്ട് ഒരാളെങ്കിലും ലഹരി ഉപയോഗത്തിൽ നിന്നും പിന്മാറിയാൽ അതാണ് വിജയമെന്ന് ഷാജി പറയുന്നു. നേരത്തെയും വിവിധ സാമൂഹിക വിഷയങ്ങളിൽ ഷാജി പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. നാടിന്റെ അകമഴിഞ്ഞ പിന്തുണയുമുണ്ട് ഈ ദൗത്യത്തിന്. മൂവാറ്റുപുഴയിലെ ഓട്ടോ ഡ്രൈവറാണ് ഷാജി. ന്യൂസ് 18 മൂവാറ്റുപുഴ. കമ്മ്യൂണിസ്റ്റ് ചരിത്രവും കൊല്ലത്തിന്റെ സാംസ്കാരിക തനിമയുമൊക്കെ അടയാളപ്പെടുത്തുന്ന ഒരു ചരിത്ര പ്രദർശനം ശ്രദ്ധ നേടുന്നു. കേരളമാണ് മാതൃക എന്ന പേരിലാണ് ഈ പ്രദർശനം. വിജ്ഞാനവും വിനോദവും വാണിജ്യ സാധ്യതകളും ഒക്കെ സമന്വയിപ്പിച്ചാണ് പ്രദർശനം. നവോത്ഥാന നായകരുടെയും നാടിനു വേണ്ടി ജീവനും ജീവിതവും സമർപ്പിച്ചവരുടെയും ജീവൻ തുടിക്കുന്ന ശില്പങ്ങളാണ് ചരിത്ര പ്രദർശനത്തെ വേറിട്ടതാക്കുന്നത്. പഞ്ചമിയുടെ കൈപിടിച്ച് അയ്യങ്കാളി പള്ളിക്കൂടത്തിലേക്ക് നടന്നു ചെല്ലുന്ന ശില്പം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് ലോകത്തോട് പറഞ്ഞ ശ്രീനാരായണ ഗുരു. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി മാറിടം മുറിച്ചു മാറ്റിയ നങ്ങേലി. ഇങ്ങനെ നീളുന്നു ഇവിടത്തെ കാഴ്ചകൾ. പ്രവേശന കവാടം കടക്കുമ്പോൾ EMSന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും ശില്പങ്ങൾ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം തന്നെ ചരിത്രത്തോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ കൊല്ലത്തെ ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 1200 വർഷങ്ങൾക്ക് മുന്നേയുള്ള കൊല്ലത്തിന്റെ ചരിത്രം, വിദേശികൾ പല ഘട്ടങ്ങളായി കൊല്ലത്തേക്ക് വന്നതുമായി ബന്ധപ്പെട്ട ചരിത്രം, അതിനെതിരായി കൊല്ലത്തെ ജനസാമാന്യം ഒരുമിച്ച് നിന്ന് പോരാടുകയും ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കേണ്ട ചരിത്രങ്ങൾ ആകെ ചേർന്നിട്ടുള്ളതാണ് ഈ എക്സിബിഷൻ ഞങ്ങൾ ഉൾച്ചേർത്തിട്ടുള്ളത്. 1939 പാറപ്പുറം സമ്മേളനത്തിന്റെ നിശ്ചല ദൃശ്യം മിഴിവേകുന്നതാണ്. ഓലപ്പുരയിൽ നേതാക്കന്മാരെല്ലാം ഇരിക്കുന്ന ശില്പവും വെടിയേറ്റ് വീഴുന്ന ഗാന്ധിയുമെല്ലാം നിർമ്മിച്ചത് ഉണ്ണി കാനായിയാണ്. 24ഓളം ചിത്രകാരന്മാർ വരച്ച കൊല്ലത്തിന്റെ പൈതൃകം വിളിച്ചോതുന്ന 40ഓളം ചിത്രങ്ങളും പ്രദർശനത്തിനുണ്ട്. കൊല്ലത്തിന്റെ ചരിത്രം പറയുന്നത് തന്നെയായിരുന്നു നമ്മൾ കൊടുത്തിരുന്ന സബ്ജക്ട്. അത് ബേസ് ചെയ്ത് തന്നെയാണ് അവരെല്ലാവരും വർക്ക് ചെയ്തത്. ചിത്രകാരന്മാരുടെ എല്ലാ വർക്കുകളും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. ഇത് കൂടാതെ നമ്മൾ ഷാനവാസേട്ടൻ ചെയ്ത വർക്കുകൾ ഇവിടെ നിരന്നകത്ത് വരിപ്പുണ്ട്. ഒരുപാട് വർക്കുകൾ പുള്ളി വരച്ചുകൊണ്ട് അതും ഇവിടുന്ന് അങ്ങോട്ടേക്ക് എക്സിബിഷന്റെ ഭാഗമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. 1957 EMS സർക്കാർ മുതൽ പിണറായി സർക്കാർ വരെയുള്ളവരുടെ ഭരണ നേട്ടങ്ങളും പ്രധാന സംഭവങ്ങളുമെല്ലാം വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയകാല കാർഷിക ഉപകരണങ്ങൾ, ആയുധങ്ങൾ, വീട്ടുപകരണങ്ങൾ, ടൈപ്പ് റൈറ്ററും റേഡിയോയും അടക്കം പഴമയെ ഓർമ്മപ്പെടുത്താവുന്ന ഒരുപാടിനങ്ങൾ സ്റ്റാളുകളിലുണ്ട്. ന്യൂസ് 18 കൊല്ലം. കള്ള ടാക്സികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ടാക്സി ഡ്രൈവർമാരുടെ സംഘടനയായ KTDO അനധികൃതമായി നടക്കുന്ന സർവീസുകൾ മൂലം ഉപജീവനം പ്രതിസന്ധിയിലായെന്നാണ് ഡ്രൈവർമാർ പറയുന്നത്. KTDO ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം RTOയ്ക്ക് ഇവർ നിവേദനവും നൽകി. സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് സർവീസ് നടത്തുന്ന ടാക്സി വാഹനങ്ങളെ പ്രതിസന്ധിയിലാക്കിയാണ് കള്ള ടാക്സികൾ പെരുകുന്നതെന്നാണ് KTDOയുടെ ആരോപണം. കുറഞ്ഞ വാടകയിൽ ഇത്തരക്കാർ ഓട്ടം പോകുന്നതിനാൽ പല ടാക്സികൾക്കും ഓട്ടം കുറഞ്ഞു. ഉയർന്ന ടാക്സും GPS അടക്കം മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങളും പാലിച്ച സർവീസ് നടത്തുന്ന ടാക്സി വാഹനങ്ങൾ നിരക്ക് കുറയ്ക്കേണ്ടി വന്നാൽ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാകുമെന്നാണ് ആശങ്ക. അപ്പം ഇവർക്ക് ടാക്സ് അടയ്ക്കേണ്ട, ടെസ്റ്റ് ചെയ്യേണ്ട, ഇൻഷുറൻസ് അടയ്ക്കേണ്ട, GPS വേണ്ട, മറ്റ് സ്പീഡ് ഗാർഡർ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവർക്ക് വേണ്ട. ക്ഷേമതി അപ്പം ഇതിൻ്റെ അകത്തൊരു വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഒരു 2 വർഷം മുമ്പ് വരെ ക്ഷേമതി അടിക്കാതെ നമുക്ക് ടാക്സ് അടയ്ക്കാം. ഇപ്പോൾ അവർ വീണ്ടും ഗവൺമെന്റ് ക്ഷേമതി അടച്ചാൽ മാത്രമേ മറ്റ് പേപ്പർ ഭാഗങ്ങളെല്ലാം പോകാൻ പറ്റത്തുള്ളൂ. ഇടുക്കിയിലെ വിവിധ മേഖലകളിൽ വ്യാജമായി സർവീസ് നടത്തുന്ന വാഹനങ്ങളുടെ വിവരങ്ങൾ സഹിതമാണ് ഡ്രൈവർമാർ നെടുങ്കണ്ടം JRTOയ്ക്ക് പരാതി നൽകിയത്. ഇൻഷുറൻസ് പോലുമില്ലാതെയാണ് ഇത്തരം വാഹനങ്ങളിൽ പലതും ഓടുന്നതെന്നും ലഹരിക്കടത്ത് പോലും നടത്തുന്നവരുണ്ടെന്നും
KDDO ആരോപിക്കുന്നു. ന്യൂസ് 18 ഇടുക്കി. ചിത്രം വരയ്ക്കാനും കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനുമൊക്കെ നമുക്ക് കയ്യിൽ കിട്ടുന്ന പല കാര്യങ്ങളും ഉപയോഗിക്കുന്നവരെ നമുക്കറിയാം. എന്നാൽ പഴങ്ങൾ കൊണ്ടും പച്ചക്കറികൾ കൊണ്ടും കലയുടെ വിസ്മയങ്ങൾ തീർക്കുന്ന ഒരു പ്രവാസിയാണ് അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ചിത്രരചനയിലും പെയിന്റിങ്ങിലും എല്ലാം കഴിവ് തെളിയിച്ച കോതമംഗലം സ്വദേശി സജിമോനാണ് ഈ കലാകാരൻ. തണ്ണിമത്തൻ, ക്യാരറ്റ്, ബീട്രൂട്ട്, തക്കാളി, ക്യാപ്സിക്കം, ആപ്പിൾ അങ്ങനെ സജിമോന്റെ കയ്യിൽ കിട്ടുന്ന എല്ലാ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും രൂപവും ഭാവവും നിമിഷ നേരം കൊണ്ടാണ് മാറുന്നത്. സജിമോന്റെ കരവിരുതിൽ പഴങ്ങളും പച്ചക്കറികളും മനോഹരമായ കലാസൃഷ്ടികളായി മാറുന്നത് കണ്ട സോഷ്യൽ മീഡിയയും വ്യത്യസ്തത ഇഷ്ടപ്പെടുന്ന കലാപ്രേമികളും ഈ കലാസൃഷ്ടികൾ ഏറ്റെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ 30 വർഷത്തോളമായി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ രംഗത്ത് ഞാൻ ജോലി ചെയ്യുന്നു. ഫ്രൂട്ട്സും വെജിറ്റബിളും കൂടാതെ താലോ, ഐസ്, ബട്ടർ അങ്ങനെ വിവിധ ഫുഡ് ഐറ്റങ്ങളിൽ നമുക്ക് കാർവ് ചെയ്യാൻ പറ്റും. അത് പാർട്ടിക്കും വലിയ വലിയ ഫംഗ്ഷനുകൾക്കും ഉപയോഗിക്കുന്നുണ്ട്. വർഷങ്ങളായി അമേരിക്കയിൽ കുടുംബസമേതം ജോലി ചെയ്തു വരികയാണ് കോതമംഗലം കുടമുണ്ട സ്വദേശി സജിമോൻ. ചിത്രരചനയിലും പെയിന്റിങ്ങിലുമെല്ലാം നേരത്തെ കഴിവ് തെളിയിച്ചിട്ടുണ്ടെങ്കിലും തണ്ണിമത്തനിൽ തീർത്ത അരയന്നവും ഇതൾ വിടർത്തി നിൽക്കുന്ന റോസാ പുഷ്പവും ക്യാപ്സിക്കം ഉപയോഗിച്ചുണ്ടാക്കുന്ന ആന്തൂറിയവുമെല്ലാം കാണുന്നവരിൽ കൗതുകവും അത്ഭുതവും ഉണർത്തും. തന്റെ വീടിന്റെ ഇന്റീരിയർ വർക്കിലും തന്റേതായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് സജിമോൻ. ഭാര്യ സീതാമായ, മക്കളായ വിഷ്ണു, വൈഷ്ണവ് എന്നിവരോടൊപ്പം ന്യൂയോർക്കിലാണ് താമസം. സാധാരണക്കാരായവർക്കും പരിശ്രമത്തിലൂടെ ഈ രംഗത്തേക്ക് വരാൻ കഴിയുമെന്നും വിദേശങ്ങളിലും ധാരാളം അവസരം നേടാൻ കഴിയുമെന്നും സജിമോൻ പറഞ്ഞു. ചെറിയ ആർട്ടിസ്റ്റിക് സ്കില്ലുള്ളവർക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ജോലിയില്ലാതെ നടക്കുന്നുണ്ട്. അവർക്ക് പ്രാക്ടീസ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്ന ഒന്നാണ് ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ കാർവിംഗ്. അതുകൂടാതെ നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ കോമ്പറ്റീഷനുകളുണ്ട്. അതിലെല്ലാം പങ്കെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ US കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടിയിട്ട് വിസ അവർ US ഗവൺമെൻറ് തന്നതാണ്. അങ്ങനെയാണ് എനിക്ക് ഗ്രീൻ കാർഡ് കിട്ടിയത്. അപ്പോൾ അതുപോലെ പല ഓപ്പർച്യൂണിറ്റികളും വേൾഡ് വൈഡ് ഉള്ള ഒരു സ്കിൽഡ് ജോബാണ് ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ കാർവിംഗ്. ന്യൂസ് 18 കോതമംഗലം. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. രാവിലെ 10:10 ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെയാണ് ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കുക. 13-ാം തീയതി രാവിലെ 10:15 പൊങ്കാല ചടങ്ങുകൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം അന്ന് പൊങ്കാല നിവേദ്യം നടക്കും. പിറ്റേന്ന് രാവിലെ 8 മണിക്ക് ദേവിയെ അകത്തെഴുന്നള്ളിക്കും. രാത്രി 10 മണിക്ക് കാപ്പഴിക്കും. പുലർച്ചെ 1 നടത്തുന്ന കുരുതി തർപ്പണത്തോടെ പൊങ്കാല ചടങ്ങുകൾ സമാപിക്കും. ഭക്ഷണാവശിഷ്ടങ്ങൾ ശേഖരിച്ച് ജൈവവളമാക്കുന്ന പത്തനംതിട്ട നഗരസഭയുടെ പദ്ധതി വളരെ വിജയകരമായി മുന്നേറുകയാണ്. സർക്കാർ ഓഫീസുകളിൽ നിന്ന് ശേഖരിക്കുന്ന ജൈവ മാലിന്യങ്ങൾ സംസ്കരിച്ചാണ് ജൈവവളമാക്കി മാറ്റുന്നത്. സംസ്ഥാനത്ത് തന്നെ ഫുഡ്സ്കേപ്പിംഗ് പദ്ധതി നടപ്പാക്കുന്ന ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന പ്രത്യേകതയും പത്തനംതിട്ട നഗരസഭയ്ക്കുണ്ട്. സർക്കാർ ഓഫീസുകളിൽ നിന്നും ശേഖരിക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങളും ജൈവ മാലിന്യങ്ങളും സംഭരിച്ചാണ് ജൈവവളമാക്കി മാറ്റുന്നത്. പത്തനംതിട്ട കളക്ടറേറ്റ്, മിനി സിവിൽ സ്റ്റേഷൻ, SP ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഭക്ഷണാവശിഷ്ടങ്ങൾ ശേഖരിക്കുന്നത്. ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കളക്ടറേറ്റ് പരിസരത്ത് സ്ഥാപിച്ചിട്ടുള്ള പോർട്ടബിൾ ബയോ ബിന്നുകളിൽ നിക്ഷേപിച്ച് സംസ്കരിച്ചാണ് ജൈവവളമാക്കുന്നത്. പത്തനംതിട്ട നഗരസഭ 3 ഓഫീസ് സമുച്ചയങ്ങളിലായിട്ട് പോർട്ടബിൾ ബയോബിൻ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങൾ 3 മണിയാകുമ്പോൾ എത്തി ഓഫീസുകളിൽ ചെന്ന് ജൈവ മാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് വന്ന് അത് പോർട്ടബിൾ ബയോബിന്നിൽ ആക്കി അതിനകത്ത് ഇനോക്കുലം ഇട്ട് അതിനെ വളമാക്കി മാറ്റും. നിരവധി ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ 1 ടണ്ണിൽ മേളിൽ വളം ഇപ്പൊ വിറ്റു. 1.5 ടണ്ണിൽ മുകളിൽ ഇപ്പൊ വളം വിറ്റു. മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഓഫീസിലെ ജീവനക്കാരിൽ നിന്നും 30 രൂപ ഈടാക്കിയാണ് ഹരിതകർമ്മ സേന പ്രവർത്തനം. കഴിഞ്ഞ ഓഗസ്റ്റ് 15-ന് പ്രവർത്തനം ആരംഭിച്ച പദ്ധതിയിലൂടെ 15 ടൺ ജൈവവളം ഉൽപ്പാദിപ്പിച്ചു. ഇതിൽ 1.5 ടൺ ജൈവവളം വിറ്റഴിച്ചു. 1 കിലോയ്ക്ക് 20 രൂപയാണ് വില. സർക്കാർ ഓഫീസുകളിലെ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിച്ച് സമ്പത്താക്കുക എന്നതാണ് പദ്ധതിയിലൂടെ നഗരസഭ ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. AI
പ്ലാറ്റ്ഫോമിലൂടെ ടെലികോം പ്രവർത്തനങ്ങളെ വിപ്ലവാത്മകമായ രീതിയിൽ മാറ്റിമറിക്കുന്ന പദ്ധതികളുമായി ജിയോ പ്ലാറ്റ്ഫോംസ് ലിമിറ്റഡ് AMD, സിസ്കോ, നോക്കിയ എന്നിവരുമായി ചേർന്ന് രൂപീകരിക്കുന്ന പദ്ധതി ബാഴ്സലോണയിൽ നടക്കുന്ന മൊബൈൽ വേൾഡ് കോൺഗ്രസിലാണ് പ്രഖ്യാപിച്ചത്. ഓപ്പറേറ്റർമാരെയും സേവനദാതാക്കളെയും പിന്തുണയ്ക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ടെലികോം AI പ്ലാറ്റ്ഫോം കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. കാര്യക്ഷമത, സുരക്ഷ എന്നീ തലങ്ങളെ പുനർനിർവചിക്കുന്ന സംവിധാനമായിരിക്കും ഇതെന്ന് റിലയൻസ് ജിയോ ഗ്രൂപ്പ് CEO മാത്യു ഉമ്മൻ പറഞ്ഞു. മലപ്പുറം കുറ്റിപ്പുറത്ത് കൊലപാതക ശ്രമക്കേസിൽ പിടിയിലായ പ്രതി രക്ഷപ്പെട്ടു. അസം സ്വദേശി മൊയ്നുൽ ഹക്കാണ് കടന്നുകളഞ്ഞത്. അസം പോലീസ് കണ്ണൂരിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ട്രെയിനിൽ അസമിലേക്ക് പോകുന്നതിനിടെ ട്രെയിൻ കുറ്റിപ്പുറത്ത് നിർത്തിയപ്പോഴായിരുന്നു സംഭവം. തിരുവനന്തപുരത്ത് യുവാവിനെ കല്ലുകൊണ്ട് തലക്കിടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. പേരൂർക്കട മണ്ണാമൂല സ്വദേശികളായ മിഥുൻ, ശരത് എന്നിവരാണ് പിടിയിലായത്. മ്യൂസിയം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. സുഹൃത്തിന്റെ വാഹനത്തിൽ പ്രതികൾ ഓട്ടോ ഇടിച്ചത് ചോദ്യം ചെയ്തതിനായിരുന്നു മർദ്ദനം. പാലക്കാട് വടക്കഞ്ചേരിയിൽ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്ന പരാതിയിൽ പ്രതികൾ പിടിയിൽ. കണക്കൻതുരുത്ത് സ്വദേശി നാസറിനെയാണ് ഇന്നലെ രാത്രി തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. സംഭവത്തിൽ വടക്കാഞ്ചേരി സ്വദേശി ഫൈസൽ, കിഴക്കഞ്ചേരി സ്വദേശി ബിജു എന്നിവരാണ് പിടിയിലായത്. പഴക്കച്ചവടം സംബന്ധിച്ച തർക്കമാണ് അക്രമത്തിന് കാരണം. കണ്ണൂർ മൊകേരി വള്ളിയായിൽ കാട്ടുപന്നി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകൻ AK ശ്രീധരന്റെ കുടുംബത്തിന് വനംവകുപ്പ് പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപയിൽ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ കൈമാറി. മൊകേരി പഞ്ചായത്ത് പ്രസിഡന്റ് P. വത്സൻ ശ്രീധരന്റെ മകൻ വിപിന് ചെക്ക് കൈമാറി. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയായിരുന്നു കൃഷിയിടത്തിൽ വെച്ചുണ്ടായ ആക്രമണത്തിൽ ശ്രീധരൻ കൊല്ലപ്പെട്ടത്. ടൂറിസം കേന്ദ്രമായ ഇടുക്കി മലങ്കരയിൽ വികസന പ്രവർത്തനങ്ങൾ വേണം എന്ന ആവശ്യം ശക്തമാവുകയാണ്. മലമ്പുഴ മോഡൽ പദ്ധതി മലങ്കരയിലും നടപ്പാക്കണമെന്നാണ് ആവശ്യം. പൂന്തോട്ടവും ബോട്ടുജെട്ടിയും അടക്കമുള്ള ടൂറിസം സാധ്യതകൾ ഇവിടെ കൊണ്ടുവന്നാൽ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഇടമായി മലങ്കര മാറുമെന്നാണ് പ്രതീക്ഷ. നിറഞ്ഞുകിടക്കുന്ന മലങ്കര ജലാശയം കുടയത്തൂർ, ആലക്കോട്, ഇടവെട്ടി, മുട്ടം പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന ജലസമൃദ്ധി, വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രം. ഇതാണ് മലങ്കര. മലങ്കര ഡാമിനോട് ചേർന്ന് വിനോദസഞ്ചാരികൾക്കായി മുട്ടം പഞ്ചായത്തിൽ നിർമ്മിച്ച പാർക്കാണ് ഇവിടെ ആകെയുള്ള വിനോദസഞ്ചാര വികസനം. മലങ്കരയെ മികവുറ്റ വിനോദസഞ്ചാര കേന്ദ്രമാക്കിയാൽ 4 പഞ്ചായത്തുകളുടെ സമഗ്ര വികസനവും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും സുഗമമായി നടക്കും. എന്നാൽ ഇതിനുള്ള അവസരങ്ങൾ നല്ല നിലയിൽ പ്രയോജനപ്പെടുത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് വിമർശനം. ജലാശയത്തിന്റെ സ്വാഭാവികത നിലനിർത്തിയും മലിനീകരണ സാധ്യത ഒഴിവാക്കിയും ഇവിടെ നടപ്പാക്കാൻ കഴിയുന്ന ചെറുതും വലുതുമായ പദ്ധതികൾ ഒട്ടേറെയാണ്. ഇതിൽ ജലാശയത്തിന് സമീപം ശലഭോദ്യാനം, പക്ഷിസങ്കേതം, സൗരോർജ്ജ ബോട്ടുകൾ, എറണാകുളം ബോൾഗാട്ടിൽ നിന്നും കുമരകത്തു നിന്നും സീപ്ലെയിൻ സർവീസ് തുടങ്ങി ഒട്ടേറെ ടൂറിസം സാധ്യതകളുണ്ട്. എന്നാൽ ഇവയൊക്കെ നടപ്പാക്കാൻ ജലസേചന വകുപ്പോ വിനോദസഞ്ചാര വകുപ്പോ തയ്യാറാകുന്നില്ല. നമുക്കറിയാം, മന്ത്രിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും എല്ലാം സന്ദർശിച്ച് ഈ മലങ്കര ടൂറിസത്തെ വലിയ രീതിയിൽ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരവധ പദ്ധതികൾ ആസൂത്രണം ചെയ്തെങ്കിലും നാളിതുവരെയായിട്ട് ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ടൂറിസം കൗൺസിൽ, ജനറൽ കൗൺസിൽ 2 മാസങ്ങൾക്ക് മുമ്പ് ചേർന്നിരുന്നു. അന്ന് മുട്ടാറ് പദ്ധതികൾ MLAയും കളക്ടറും ഒക്കെ ചേർന്ന് നമ്മൾ വിഭാവനം ചെയ്തെങ്കിലും ഒരു പദ്ധതിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലോ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നോ മന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. ഇതുകൂടാതെ കോളപ്രയിൽ നിന്ന് തുടങ്ങി മുട്ടം വരെ പുഴയോര പാത പണിത് സഞ്ചാരികൾക്ക് കാഴ്ചകൾ കണ്ടു നടക്കാനുള്ള സൗകര്യമൊരുക്കാനും കഴിയും. ഇടുക്കി, തൊടുപുഴ മണ്ഡലങ്ങളുടെ വികസനത്തിനും മലങ്കര ജലാശയം കേന്ദ്രീകരിച്ച് വിനോദസഞ്ചാര പദ്ധതികൾ നടപ്പാക്കിയാൽ സഹായകരമാകും. ഇത്തരം സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഈ ദിവസത്തെ പ്രധാനപ്പെട്ട മറ്റ് വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ നമ്മൾ മടങ്ങിയെത്തും. ആദ്യം ഇപ്പോൾ നമുക്ക് നല്ല വാക്ക് കാണാം.